ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് ടീമിന് എല്ലാ ദിവസവും കൂണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂണ് കൊടുക്കാൻ പോകുന്ന വഴികളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ രാവിലെ നേരം വെളുക്കുന്നുള്ളൂ, 5:05 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ വയനാട് കൊടുക്കാനുള്ള കൂണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 15 കിലോ ആണ് ഡെയിലി അവരെടുക്കൽ. 15, 20, ചില ദിവസം 25 എടുക്കും. ഇന്നിപ്പോൾ 15 കിലോ ആണ്. അപ്പോൾ നമ്മൾ ഇതായിട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാം കേട്ടോ, വയനാട്ടിൽ പോവാണ്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് കാണാം. രാവിലെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ കറക്റ്റ് വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളെ ഹൈവേയിലേക്ക് കയറാനായി. ഇത് NH ഹൈവേ ആണ്. അതങ്ങോട്ട് കോഴിക്കോട്, ഇങ്ങോട്ട് വയനാട്. അപ്പം നമ്മൾ വയനാട് ഭാഗത്തേക്കാണ് ഇന്ന് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ തിരക്കാണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മളെ വയനാട് താമരശ്ശേരി ചുരം എത്താൻ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ ചുരം തുടങ്ങാൻ. പിന്നെ ഒരു 15 കിലോമീറ്റർ ചുരം കയറാനുണ്ട്. പിന്നെ വയനാടായി. വയനാട് അവിടെ പകുതി വരെ ഞാൻ കൊണ്ട് കൊടുക്കും, പകുതി വരെ 30 വരും. അപ്പോൾ അവിടെ കൊടുക്കലാണ്. അടിവാരെത്തി. ഇത് നമ്മളടുത്തുള്ള ടൗൺ തന്നെയാണ്. കോഴിക്കോട് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ടൗണാണ് അടിവാരം. അടിവാരം കഴിഞ്ഞാൽ പിന്നെ ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ വയനാടായി. അപ്പോൾ ചുരം ഇറങ്ങി വരുന്ന ലോറിക്കാരൊക്കെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്ന ഒരു ടൗണാണ്. ഏത് സമയം ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. 24 hours ഇത് ഓപ്പൺ ആയിരിക്കും. ചായക്കടയൊക്കെ ആയിട്ട് എപ്പോഴും ആൾക്കാരായിരിക്കും. ലോറിക്കാർ അവിടെ നിന്ന് ചുരം ഇറങ്ങി വരുന്ന അവിടെ നിർത്തുന്നതുകൊണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ ഫുള്ള് ലോറികളായിരിക്കും അവിടെ. നമ്മൾ ചുരം ചെറുതായിട്ട് കയറി തുടങ്ങി. ചുരം സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയാണ് ഫസ്റ്റ് വളവ് വരുന്നത്. ഒന്നാമത്തെ വളവ് ഇവിടെയാണ്. ഇവിടെ സാധാരണ കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണ്. പിന്നെ വലിയ ലോറികളൊക്കെ കുടുങ്ങി കഴിഞ്ഞാല് പിന്നെ നോക്കണ്ട. ഇതിലേക്ക് എത്താൻ കുറച്ച് ടൈമുണ്ട്. പിന്നെ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ അടുത്തടുത്താ. ചില വളവുകൾക്ക് മാത്രം കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുണ്ട്. ഇതിപ്പോ സെക്കൻഡ് വളവ് എത്താനായി. ഇത് തുഷാരഗിരി റോഡാട്ടോ. ഇതിലേം തുഷാരഗിരിക്ക് പോവാം. ഇതിപ്പോ നമ്മൾ 2ാം വളവ് എത്തിട്ടോ. KSRTC ഒക്കെ വരുന്നുണ്ട്. മാറിക്കൊടുത്തില്ലെങ്കിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അവര് പറഞ്ഞത്. ഇത് 2ഉം 3ഉം ഏകദേശം അടുത്തെടുത്താ. പിന്നെ ചുരത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് ചുരം 9 വളവുണ്ട് ടോട്ടല്. ഈ 2 സൈഡിലും ഇനി 2 സൈഡിലും ഫോറസ്റ്റ് ആയിട്ട് വരിക ചെയ്യാം. 4ാം വളവൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ് വരിക. 2ാം വളവ് വരെയൊക്കെ സാധാരണ 1 സൈഡ് സാധാരണ നോർമൽ പാർട്ടിന്റെ സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോ 4ാം വളവ് എത്തി. ഇവിടെ ഇപ്പോ രാവിലെ ആയിട്ടാട്ടോ തിരക്ക് കുറവ്. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇവിടെ ഫുഡ് കോർട്ടിന്റെ ഒക്കെ സ്ഥലമല്ല, ഏരിയയാണ്. ഇവിടെ 2 സൈഡിലും ഇങ്ങനെ ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ലൊരു ചോലയായിരിക്കും. ഇപ്പൊ നല്ല ഉച്ചക്ക് വന്നാലും ഒരു ഇരുട്ടുള്ള സ്ഥലമായിരിക്കും. നല്ല തണുപ്പുമാണ്. അങ്ങനെ നമ്മള് 9ാമത്തെ വളവ് ഏകദേശം എത്താനായി. ഇനിയിപ്പോ വ്യൂ പോയിന്റുകളാണ്. ഇതൊക്കെ ഒരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾ തിരിച്ചു വരുമ്പോ കാണാം. ഏറ്റവും മേലെ എത്താനായി നമ്മള്.
ഇവിടെയൊക്കെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് നോളജ് സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ സമയമല്ല, തിരിച്ചു വരുമ്പോൾ അത് നോക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് വളവായ 9ാമത്തെ വളവെത്തിയിട്ടാണ്. ഇന്നിപ്പോ പെട്ടെന്ന് തന്നെ നമ്മള് ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഇതൊരു വണ്ടി, താഴത്തൊരു വണ്ടിയുണ്ട്. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വലിയ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ചുരത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ബ്ലോക്ക് ഇല്ലപ്പോ ഉണ്ടാവില്ല കേട്ടോ. ബ്ലോക്ക് ഇല്ലാത്തപ്പോ നല്ല സുഖമാണ്, നല്ല തണുപ്പും നല്ലൊരു എനർജി ആയിരിക്കും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. പക്ഷെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എനർജിയൊക്കെ പോവും. ചില സമയത്ത് 3, 4, 5 മണിക്കൂറൊക്കെ ഇവിടെ ബ്ലോക്ക് കുടുങ്ങലുണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര ബ്ലോക്ക് ഇല്ലാണ്ട് നമ്മൾ കഴിച്ചിലായി കിട്ടിയത്. പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ പിന്നെ തീരെ നോക്കണ്ട, ഫുള്ള്. ഇതാണ് ഇപ്പം നമ്മളെ 9ാമത്തെ വളവിലെ വ്യൂ പോയിന്റ്. ഇത് നല്ല വ്യൂ ആണ്, ഏറ്റവും മേലത്തെ വ്യൂ ആണ്. ഇവിടെയൊക്കെ ഫുള്ള് ആളുകളായിരിക്കും ശനി ഞായറും. ഇന്നിപ്പോൾ അവധി ദിവസം അല്ലാത്തതുകൊണ്ടാണ് ആളുകൾ കുറവ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടേക്ക് ഒന്ന് ഇറങ്ങാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങനെ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഓരോ വണ്ടിയൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ കോഴിക്കോട് അതിർത്തി കിടക്കാൻ പോവാണ്. നേരിട്ട് വയനാട് അതിർത്തിക്ക് കയറാൻ പോവാണ്. വെൽക്കം ടു വയനാട്. ഇപ്പൊ കാണിച്ചുതരാം. ഇവിടെ കുറച്ചുകൂടി അപ്പുറത്തല്ലേ. ഇതാണ് കോഴിക്കോട് അതിർത്തി, വയനാടിന്റെ ആരംഭം. നമ്മൾ വയനാട്ടിൽ കയറിയിട്ട് ഇനി പിന്നെ കയറ്റങ്ങളൊന്നുമില്ല, നല്ല നിരന്ന റോഡാ. ഇവിടെയാണ് നമ്മളെ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ ഒരു ചങ്ങലിട്ടിട്ട്, ഇതാണ് നമ്മളെ ചുരത്തിന്റെ റോഡ് കാണിച്ച ആള്, റോഡ് ഉണ്ടാക്കിയ ആളെന്നാണ് പറയപ്പെടുന്നത്. പേര് കരിന്തണ്ടൻ എന്നാണ്. പിന്നെ ആള് സായിപ്പന്മാർക്ക് റോഡ് കാണിച്ചു കൊടുത്ത് സായിപ്പന്മാര് ആളെ കൊന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല, അങ്ങനെ തന്നെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോ ആ ടൈമിലൊക്കെ വണ്ടികളെ തള്ളിയിടുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഇവിടെ ചങ്ങല വാരി ഇട്ടിട്ട് തളച്ചെന്നൊക്കെയാണ് പണ്ടത്തെ അറിവാണ്. കറക്റ്റ് ആണോന്ന് നമുക്കറിയില്ല, എല്ലാരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു. ഇനി ഫുള്ള് റിസോർട്ടും പാർക്കുകളും ഹോട്ടലും റൂംസും അങ്ങനത്തെ ഒക്കെ, ഹോം സ്റ്റേയും അങ്ങനത്തെ ഒക്കെ ഫുൾ കാര്യങ്ങളാണ് വയനാട് കയറി കഴിഞ്ഞാല്. ഇപ്പൊ കണ്ടമാനം പാർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ അടുത്തടുത്ത് ആണ് പാർക്കുകളൊക്കെ. റിസോർട്ടുകളുണ്ട്. ഇവിടെ തന്നെയാണ് മറ്റേ നമ്മളെ എന്തായാലും പൂക്കോട് ലൈക്കൊക്കെ ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് പൂക്കോട് ലൈക്ക്. പിന്നെ എന്നൂര് ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഇപ്പൊ കുറെ പുതുതായിട്ട് കുറെ കുട്ടികൾക്കുള്ള വാട്ടർ പാർക്കും പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ കുറെ വന്നിട്ടുണ്ട്. ഇവിടെ കേട്ടോ എന്നൂരും പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലും ഇവിടെ തന്നെ. ഏറ്റവും വലുത് തന്നെ കേരളത്തിലാണെന്ന് തോന്നുന്നത്. വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് പൂക്കോട് ലൈക്ക് വരുന്ന, ഈ സൈഡിലാണ്. പിന്നെ പുതുതായിട്ട് ഇപ്പൊ ഒരു ഹണി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ഒന്നും ഓപ്പൺ അല്ലായിരിക്കും, അല്ലെ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി വയനാട്ടിൽ ഒരു യാത്ര തന്നെ ചെയ്യാം. അവിടെ ഹണി മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്.
ഇത് പഴയ വൈത്തിരി. ഇവിടെ പിന്നെ വയനാട് ഫുള്ള് റിസോർട്ടുകളും ഏരിയ ആണ്. ഹോം സ്റ്റേയും റിസോർട്ടുകളും ആണ് കൂടുതൽ. പിന്നെ ഇപ്പൊ കുറെ പാർക്കുകളും വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥ ആയിരിക്കും. അതാണ് ഏറ്റവും ഇത്. തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ ആയിട്ട് ഉള്ള പ്രകൃതി നല്ല രസമുള്ള ഏരിയ ആണ്. അപ്പൊ പിന്നെ റോഡ് സൈഡൊക്കെ ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ എത്തിയിട്ടുണ്ട്. സാധനം ഇവിടെ ഇറക്കി കൊടുക്കാൻ പോവാണ്. സാധനം ഇറക്കി കൊടുത്തിട്ടോ. ഇറക്കി കൊടുത്തത് കാണിക്കാൻ പറ്റാത്ത എന്താ വെച്ചാല് ആളെ ഇതിലാ ബ്രാൻഡിലാണ് വെക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് കുറച്ച് കൃഷിയും ചെയ്യുന്നുണ്ട്, ബാക്കി നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് തിരിച്ച് വയനാട് നിന്ന് നേരെ കോഴിക്കോട്. ഇപ്പൊ പോണ വഴിക്ക് നമുക്ക് ആ വ്യൂ പോയിന്റിൽ ഒന്ന് കയറാം. പിന്നെ നേരെ ഫാം പിടിക്കുക. അടുത്ത വർക്ക് ഫാമിൽ പോയിട്ട്. ഇവിടെ ഇപ്പൊ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, കാറിന്റെ റേസിങ്ങിന്റെ. ഞാൻ കാണിച്ചുതരാം. ഇതാണ് കുട്ടികൾക്കുള്ള ചെറിയ വണ്ടീൻ്റെ. ഇത് ബാംഗ്ലൂരും കൊച്ചി എറണാകുളം ഇങ്ങനെ സ്ഥലങ്ങളിലല്ലേ. ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് ആൾക്കാരൊക്കെ വേഗം വന്ന് കയറിക്കോളിട്ടോ. വലിയൊരിതുണ്ടോ? എന്നാൽ കുട്ടികൾ മാത്രല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും പറ്റുന്ന പറഞ്ഞേ. അടുത്ത ആഴ്ച ഒന്ന് വന്ന് കയറി നോക്കണം. ഇല്ല, ചെറിയൊരു പാർക്കാണ് ഇവിടെ. പിന്നെ വയനാട്ടില് ഫുൾ പാർക്കുകളാണ്, ചെറിയ ചെറിയ പാർക്കുകളാണ്. സിപ്പ് ലൈന്, സൈക്ലിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ സ്വിമ്മിങ് പൂള്, അങ്ങനെ ഫുൾ പാർക്കുകളാണ്. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മളെ ചുരത്തിലെ വ്യൂ പോയിന്റിലേക്ക് പോവാം. ഏകദേശം വയനാടിന്റെ ബോർഡർ എത്തിട്ടോ. നമ്മൾ കോഴിക്കോട് കയറി. താമരശ്ശേരി ചുരം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാല് പപ്പുന്റെ നമ്മൾ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പോയപ്പോ അവരൊക്കെ ഉറക്കത്തിലായിരുന്നു. അതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കൊടുക്കാനൊന്നും വാങ്ങിയില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പറഞ്ഞാല് 9ാമത്തെ വളവിലെ ഏറ്റവും മോൾ ഭാഗത്താണ്. ഇവിടെയാണ് ഫുൾ വ്യൂ പോയിന്റ് ഇല്ലേ. ഈ ഏരിയ മൊത്തം വ്യൂ പോയിന്റുകളാണ്. ഇന്നിപ്പോ അവധി ദിവസം അല്ലാത്തതുകൊണ്ടാണ് ആള് കുറവ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും. പിന്നെ ഇവിടെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ തിരക്കില്ലാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്താണ്. ഇവിടെ നല്ല നിൽക്കാൻ കുറച്ച് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്, നല്ല കാറ്റും ഉണ്ടാവും. നല്ലൊരു രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പകർത്തി അവധി ദിവസം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഫുൾ ആളായതുകൊണ്ട് പോലീസുകാർ ഓടിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഫുൾ വ്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് 8ാം വളവിലാട്ടോ. 8ാം വളവിലെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ ആണെങ്കിൽ അധികം ചൂട് ഒന്നും ഉണ്ടാവില്ല, നല്ല രസമാണ്. പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു സീനറി ആയിട്ട് വരും. അവിടെ ആട്ടോ നമ്മളെ ലാൻഡ്മാർക്കിൻ്റെ നോളജ് സിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. പിന്നെ കൂട്ടിന് ഇവരൊക്കെ പോകുന്നുണ്ട്, മാന്തോന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.